ഹരേ കൃഷ്ണ. ശ്രീ രാധാ ഗോവിന്ദന്റെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഭാഗവതം ക്ലാസ്സിലേക്ക് ആരംഭിക്കാം. ഹരേ കൃഷ്ണ. ജയ രാധ മാധവ ജയ കുഞ്ച ബിഹാരി, ജയ രാധ മാധവ ജയ കുഞ്ച ബിഹാരി, ജയ ഗോപിജന വല്ലഭ ജയ ഗിരിവരധാരി, ജയ യശോദനന്ദന വ്രജ ജനരഞ്ജന, യശോദനന്ദന വ്രജ ജനരഞ്ജന, യമുന തീര വനചാരി, ജയ രാധ മാധവ ജയ കുഞ്ച ബിഹാരി, ജയ ഗോപിജന വല്ലഭ ജയ ഗിരിവരധാരി, ജയ യശോദനന്ദന വ്രജ ജനരഞ്ജന, യശോദനന്ദന വ്രജ ജനരഞ്ജന, യമുന തീര വനചാരി, ജയ രാധ മാധവ ജയ കുഞ്ച ബിഹാരി, ജയ രാധാ മാധവ് ജയ രാധാ മാധവ് ജയ രാധാ മാധവ് ജയ രാധാ മാധവ്, ജയ രാധേ ജയ രാധേ ജയ രാധേ ജയ ശ്രീ രാധേ, ജയ പ്രഭുപാദ് ജയ പ്രഭുപാദ് ജയ പ്രഭുപാദ് ജയ ശീല പ്രഭുപാദ്, ജയ ഗുരുദേവ് ജയ ഗുരുദേവ് ആദിത്യ, ജയ ഗുരുദേവ് ജയ ശ്രീ ഗുരുദേവ്, നിതായ് ഗൗര ഹരി ബോൾ ഹരി ബോൾ, നിതായ് ഗൗര ഹരി ബോൾ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമഹ്യം ദദാതി സപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതാപദകമലം ശ്രീഗുരുൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സഹൃജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണ ലളിതാൻ ശ്രീ വിശാഖാന്വിതാൻ ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമസ്തേ തപ്ത കാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുരേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനെ നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശിവാസാദി ഗൗര ഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ശ്രീല പ്രഭുപാദ് കി ജയ്, ശ്രീല ഗുരുദേവ് കി ജയ്. നിതായ് ഗൗര പ്രമാനന്ദേ ഹരി ഹരി ബോൾ. ഹരേ കൃഷ്ണ. എല്ലാ ദീക്ഷാഗുരുവിന്റെയും ശിക്ഷാഗുരുക്കന്മാരുടെയും പാദ നമസ്കാരം ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. ഇന്നത്തെ അധ്യായം സ്കന്ധം 1 അധ്യായം 3 30ാമത്തെ ശ്ലോകമാണ് നമ്മൾ വായിക്കാൻ പോണത്. ഹരേ കൃഷ്ണ. വേദദ്രൂപം. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ
ഭഗവതേ വാസുദേവായ. ഏതദ്രൂപം ഭഗവതോ ഹി രൂപസ്യ ചിദാത്മനഃ മായാ ഗുണേ വിരചിതം മഹദാദിവിരാത്മനി. ഏതദ്രൂപം ഭഗവതോ ഹ്യരൂപസ്യ ചിദാത്മനഃ മായാ ഗുണേർവിരചിതം മഹദാദിവിരാത്മനി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഏതത് അവയെല്ലാം രൂപങ്ങൾ ഭഗവതഃ ഭഗവാന്റെ ഹി നിശ്ചയമായും അരൂപസ്യ ഭൗതിക രൂപമല്ലാത്ത അരൂപൻ ചിതാത്മന സർവാതിശായിയായ മായ ഭൗതിക ശക്തി മായാശക്തി ഗുണേഹി ഗുണങ്ങളാൽ വിരചിതം നിർമ്മിച്ചു മഹത് ആദിഭിഹി ദ്രവ്യഘടകങ്ങളാൽ ആത്മനി ആത്മാവിൽ. വിവർത്തനം. ഭൗതിക ലോകത്തിൽ പ്രത്യക്ഷമാകുന്ന ഭഗവത് വിരാട വിശ്വരൂപമെന്ന തത്വം കാൽപ്പനികമാണ്. ഭഗവാന് സ്വരൂപമുണ്ടെന്ന ആശയം ഉൾക്കൊള്ളാൻ അല്പജ്ഞാനികളെ ഇത് സഹായിക്കുന്നു. എന്നാൽ വാസ്തവത്തിൽ ഭഗവാന് ഭൗതിക രൂപമില്ല. വിവർത്തനം. ശ്രീല പ്രഭുപാദ് കി ജയ്. ഹരേ കൃഷ്ണ. വിരാട രൂപം അഥവാ വിശ്വരൂപം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭഗവത് തത്വം ഭഗവാന്റെ വിഭിന്ന അവതാരങ്ങളുടെ കൂടെ പ്രതിപാദിക്കാത്തതെന്തെന്നാൽ മുകളിൽ പ്രസ്താവിച്ച എല്ലാ ഭഗവത് അവതാരങ്ങളും അതീന്ദ്രിയങ്ങളാണ്. മാത്രമല്ല അവയുടെ സ്വരൂപത്തിലൊന്നും ഭൗതികമായ കലർപ്പുമില്ല. ബദ്ധാത്മാവിനുള്ളതുപോലെ ശരീരവും ആത്മാവും തമ്മിൽ യാതൊരു വേർതിരിവും അവ തമ്മിലില്ല. വിരാട രൂപം കനിഷ്ഠാധികാരികൾക്ക് അഥവാ അഭിനവ ആരാധകർക്ക് സങ്കൽപ്പിക്കാനുള്ളതാകുന്നു. അവരെ ഉദ്ദേശിച്ചാണ് ഭൗതികമായ വിരാട രൂപം അവതരിപ്പിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് 2-ാം സ്കന്ധത്തിൽ വിവരിച്ചിരിക്കുന്നു. വിരാട സ്വരൂപത്തിൽ ഭൗതിക ആവിഷ്കൃതങ്ങളായ വിഭിന്ന ഗ്രഹങ്ങളെ ഭഗവാന്റെ ഊരുക്കൾ, ബാഹുക്കൾ തുടങ്ങിയവയായി സങ്കല്പിച്ചിരിക്കുന്നു. യഥാർത്ഥത്തിൽ അവണ്ണമുള്ള സർവ വിവരണങ്ങളും കനിഷ്ഠാധികാരികളെ ഉദ്ദേശിച്ചുള്ളതാണ്. ദ്രവ്യത്തിനുപരിയായി യാതൊന്നും തന്നെ സങ്കല്പിക്കാൻ അഭിനവ ഭക്തർക്ക് കഴിയില്ല. ഭഗവാന്റെ യഥാർത്ഥ സ്വരൂപങ്ങളുടെ പട്ടികയിൽ അദ്ദേഹത്തിന്റെ ഭൗതിക തത്വത്തെ ചേർക്കരുത്. പരമാത്മാവായി ഭഗവാൻ സർവ ഭൗതിക രൂപങ്ങളിലും കണങ്ങളിൽ പോലും അവസ്ഥിതനായിരിക്കുന്നു. എന്നാൽ ബാഹ്യമായ ഭൗതിക രൂപം ഇരുകൂട്ടർക്കും ഭഗവാനും ജീവാത്മാവിനും കാൽപ്പനികമാണ്. ബദ്ധാത്മാക്കളുടെ നിലവിലെ രൂപവും വാസ്തവികമല്ല. വിരാട സ്വരൂപം എന്ന ഭഗവാന്റെ ഭൗതിക ശരീര തത്വം കാൽപ്പനികമാണെന്ന് നിർണയിച്ചിരിക്കുന്നു. ഭഗവാനും ജീവാത്മാക്കളും ചേതനാത്മാക്കളാണെന്ന് മാത്രമല്ല അവയ്ക്ക് വാസ്തവികമായ ആത്മീയ ശരീരവും ഉണ്ട്. ഓം നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദിരേ നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവദ്ഗീത ശ്ലോകേ ഭക്തിർഭവതി നഷ്ടകിം മുഖം കരോതി വാചാലം ഭംഗം ലംഘേതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീ ചൈതന്യം ഈശ്വരം. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ. ഇന്നത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഏത് രൂപം ഭഗവതോ ഹി രൂപസ്യ ചിദാത്മനഃ, അതായത് ഭഗവാന്റെ ഏതത് രൂപം ഏതെല്ലാം രൂപങ്ങൾ ഇപ്പൊ നമ്മള് ഈ ഒരു അധ്യായത്തിൽ നമ്മൾ പഠിച്ചത് ഭഗവാന്റെ അവതാരങ്ങള് 25 അവതാരങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. അപ്പൊ ആ അവതാരങ്ങളെ കുറിച്ചെല്ലാം നമ്മൾ മനസ്സിലാക്കുമ്പോഴും അതില് വിരാട രൂപം ഒരു അവതാരമായിട്ട് കൊടുത്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് എന്തുകൊണ്ടാണ് ചിത്താത്മന സർവാതിശായിയായ ഭഗവാൻ എല്ലാവരുടെയും എല്ലാ സ്ഥലത്തും നിറഞ്ഞു നിൽക്കുന്ന ആ ഭഗവാന്റെ ഈ വിരാട രൂപം ഒരു അവതാരമായിട്ട് കൊടുത്തിട്ടില്ല. അപ്പൊ അതിന് കാരണം എന്താണ്? എന്നാൽ വിരാട രൂപം ഉണ്ടെന്ന് ഭാഗവതത്തിൽ തന്നെ 2-ാം സ്കന്ധത്തില് വിശദമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് വിരാട രൂപം അങ്ങനെ പറയാണ്ടിരുന്നത് എന്നുള്ള കാരണമാണ് നമുക്കിവിടെ മനസ്സിലാക്കേണ്ടത്. എന്നാൽ വിരാട രൂപം എന്താണ് അത് നമ്മളിവിടെ മനസ്സിലാക്കണം. അതായത് ഈ വിരാട രൂപം എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞെന്ന് വെച്ചാൽ ബാക്കി എല്ലാ രൂപങ്ങളും അതാത് കാരണങ്ങൾക്കായിട്ട് ധർമ്മത്തിന് നിലനിർത്താൻ വേണ്ടി നമ്മൾ എപ്പോഴും ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത. അതായത് അധർമ്മം നിലനിൽക്കുമ്പോഴും പിന്നെന്താ ഭഗവാന്റെ ഭക്തന്മാരെ രക്ഷിക്കാനും വേണ്ടിയിട്ടാണ് ഭഗവാൻ വരുന്നത് എന്ന് ഭഗവാൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പരിത്രാണായ സാധൂനാം. അപ്പൊ സാധുക്കളെ അതായത് ഭക്തന്മാരുടെ രക്ഷയ്ക്കായിട്ടാണ് ഭഗവാൻ പല രൂപങ്ങളും എടുത്തിട്ട്
ഈ ഭൗതിക ലോകത്തിൽ വരുന്നത്. അപ്പൊ ഭഗവാന്റെ ശരിയായിട്ടുള്ള സ്ഥലം നമുക്കറിയാം ഗോലോക വൃന്ദാവനാണെന്നും അവിടെ നിന്നാണ് ഭഗവാന്റെ പല പല വൈകുണ്ഠങ്ങളിൽ നിന്നും ഭഗവാൻ പല തരത്തിലുള്ള രൂപങ്ങളെടുത്ത് ഇവിടെ വരുന്നത് ആ പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങൾക്കാണ്. എന്നാൽ വിരാട് രൂപം അങ്ങനെയല്ല. വിരാട് രൂപം എങ്ങനെയാ എന്ന് വെച്ചാൽ ഇത് ഭൗതിക ലോകത്തിൽ മാത്രമുള്ളതാ. ഇത് നമുക്ക് ഈ രൂപം നമുക്ക് ആത്മീയ ലോകത്തിൽ കാണാൻ സാധിക്കില്ല. അപ്പൊ അത് എന്തുകൊണ്ട് എന്നാണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇവിടെ പറയുന്നു വിരാട് രൂപം കാൽപ്പനികമാണ്. അതായത് അയഥാർത്ഥം നമ്മൾ പറയില്ലേ, അതായത് എത്ര നാള് ഈ ഭൗതിക ലോകമുണ്ടോ, ഈ ഭൗതിക ലോകത്തിനും നാശമുണ്ട്. നമുക്കറിയാം ബ്രഹ്മാവിന്റെ 100 വയസ്സ് കഴിഞ്ഞാൽ ഇത് പ്രളയത്തിലേക്ക് പോകുന്നു. ഇത് ഈ ലോകം പിന്നെ എപ്പോഴാണോ ഭഗവാന്റെ ഇച്ഛ വരുന്നത് അപ്പോഴാണ് പുതിയതായിട്ടുള്ള സൃഷ്ടികൾ തിരിച്ചും ഇതേപോലെ തന്നെ എങ്ങനെയാണോ ഇരുന്നത് അതേപോലെയുള്ള സൃഷ്ടികൾ വരുന്നുള്ളത് അറിയാം. അപ്പൊ പറയണു അങ്ങനെയുള്ള ആ വിശ്വരൂപം കാൽപ്പനികമാണ്. ഭഗവാന് സ്വരൂപമുണ്ടെന്ന ആശയം ഉൾക്കൊള്ളാൻ അല്പജ്ഞാനികളെ ഇത് സഹായിക്കുന്നു. കാരണം നിരീശ്വരവാദികൾ എന്താ പറയുന്നത്, അങ്ങനെ ഒരു സൃഷ്ടിയില്ല, അങ്ങനെ ഒരു സംഭവം ഇല്ല, ഭഗവാനേ ഇല്ല, അങ്ങനെ നല്ല ഭഗവാൻ സൃഷ്ടിക്കേണ്ട ആവശ്യമുള്ളൂ, ഭഗവാനേ ഇല്ല എന്നുള്ളതാണ് അവരുടെ എല്ലാവരുടെയും ചിന്തകൾ. അപ്പോ അവർക്ക് വേണ്ടി, അതായത് ഈ ഭൗതിക ലോകത്തിൽ കാണണ ഓരോ മൺതരി പോലും എന്തെല്ലാം ഈ ലോകത്തിലുണ്ടോ അതെല്ലാം ആ ഭഗവാന്റെ മാത്രമാണ്, ആ ഭഗവാന്റെ ശരീരമാണ് എന്ന് ഏതെങ്കിലുമൊക്കെ വിധത്തില് അവർക്ക് ഇവിടെ മനസ്സിലാക്കണം. അതായത് ഈ വിശ്വം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത് ഭഗവാനാണ്. വിശ്വരൂപം നമ്മള് അർജുനന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ 11ാമത്തെ അധ്യായത്തില് അർജുനൻ കാണുന്നുണ്ട് ഭഗവാന്റെ വിശ്വരൂപം. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു വിരാട് രൂപത്തിനെ കുറിച്ച് പറയണതെന്ന് വെച്ചാല് പരീക്ഷിത് മഹാരാജാവ് ശുഖബ്രഹ്മർഷിയോട് ശുഖബ്രഹ്മത്തിനോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ്, അതായത് ഏത് ആശ്രയത്തിലാണ് ഭഗവാനെ മനസ്സിലാക്കേണ്ടത്, ഏത് വിധത്തില് ഉത്തമമായിട്ട് എങ്ങനെ ഭഗവാനെ മനസ്സിലാക്കാം. അപ്പോ ശുഖദേവ ഗോസ്വാമി പറയുന്നുണ്ട്, അതായത് എങ്ങനെയാണ് ജിതേന്ദ്രിയനായിട്ടിരിക്കണം, ജിതസംഗനായിട്ടിരിക്കണം, അതേപോലെ തന്നെ ധ്യാനത്തിലിരിക്കണം, എന്നിട്ട് വേണം ഭഗവാന് വിരാട് സ്വരൂപിനെ ധ്യാനിക്കാൻ എന്ന് പറയുന്നു. എന്നിട്ട് പിന്നെ പറയുന്നുണ്ട് ഈ വിരാട് സ്വരൂപം എന്ന് പറയുന്നത് ഭൂതവും ഭാവിയും വർത്തമാനവും എല്ലാം ഈ പ്രപഞ്ചത്തിന്റെ അധിഷ്ഠാനമാണ്. ഈ പ്രപഞ്ചത്തിനെ സംബന്ധിക്കുന്നതാണ് ഈ വിരാട് രൂപം. അതുകൊണ്ടാണ് നമ്മൾ ഇത് ആധ്യാത്മിക ലോകത്തിൽ ഇല്ല എന്ന് പറയുന്നത്. അതായത് ഈ സമസ്ത പ്രപഞ്ചവും എല്ലാം പുരുഷന്റെ അവയവങ്ങളായിട്ടാണ് നമ്മൾ വിരാട് രൂപത്തിൽ മനസ്സിലാക്കുന്നത്. അപ്പോ 14 ലോകങ്ങള് ഭഗവാന്റെ ഈ സമസ്ത പ്രപഞ്ചങ്ങൾ, ഈ 14 ലോകത്തിലുള്ള പുരുഷന്റെ അവയവങ്ങൾ, പുരുഷൻ അതായത് ഭഗവാനെ നമ്മൾ പുരുഷൻ അല്ലെ, ഏറ്റവും എല്ലാത്തിന്റെയും പരമപുരുഷനാണ് ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കുന്നത്. അപ്പൊ പറയണു ഭഗവാനിൽ നിന്ന് അന്യമായിട്ട് ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് എന്താ ഗുണമുള്ളത്? അപ്പോ ആനന്ദസ്വരൂപനായ ഭഗവാനെ മനസ്സ് വെച്ച് നമുക്ക് ഈശ്വരനിൽ തന്നെ മനസ്സ് എപ്പോഴും നിർത്തിയിട്ട് ഒട്ടും ആസക്തി ഇല്ലാണ്ട്, അപ്പൊ നമ്മുടെ ഈ ദേഹങ്ങളിലൊന്നും ആസക്തി ഇല്ലാണ്ട് ഏതെല്ലാം വിധത്തിൽ നമ്മൾ ചലിക്കുന്നുവോ, ഏതെല്ലാം വിധത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നുവോ അതെല്ലാം ഈ വിരാട് പുരുഷന്റെ അവയവമാണ്. ഇപ്പൊ ഒരു ഇല എടുത്താലും, ഒരു പൂവെടുത്താലും, ഒരു കായ എടുത്താലും, അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു ദുഷ്ടനായിട്ടുള്ള ഒരാളെ കണ്ടാലും എല്ലാം ഭഗവാന്റെ രൂപത്തിന്റെ വിഭിന്ന അവയവങ്ങളാണ്. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഈ എന്താ പറയാ ഭഗവാനെ ഇല്ല എന്ന് പറയുന്നവർക്ക് ഭഗവാന്റെ മഹിമ മനസ്സിലാക്കാനും ഭഗവാനിൽ ലയിക്കാനും സാധിക്കും എന്നാണ് പറയുന്നത്. പിന്നെ വിരാട് പുരുഷന്റെ വർണ്ണന നമുക്ക് പുരുഷ സൂക്തത്തിൽ അറിയാം. പുരുഷ സൂക്തത്തില് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നത് തന്നെ നമ്മൾക്ക് ഭഗവത്ഗീതയിലെ വിശ്വരൂപത്തില് സഞ്ജയനും പറയുന്നുണ്ട്, അർജുനനും പറയുന്നുണ്ട്. അപ്പോ നമ്മൾക്കറിയാം ഭഗവത്ഗീത എന്ന് പറയുന്നത് വേദോപനിഷത്താണ്. എല്ലാ വേദങ്ങളുടെയും എല്ലാ വേദങ്ങളുടെയും സാരാംശമാണ് ഭഗവത്ഗീതയിലുള്ളത്. അപ്പോ ഈ എന്താ പറയാ ഈ പുരുഷ സൂക്തത്തിലും ഉള്ളതും ഇതിൽ തന്നെ ഉണ്ട്. അപ്പൊ പുരുഷ സൂക്തത്തിൽ എന്താ പറയണേ? ഓം സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാത് സഭൂമിം വിശ്വദോ വൃത്വാ അത്യധിഷ്ഠദശാങ്കുലം. അതായത് സഹസ്രശീർഷ, എല്ലായിടത്തും സഹസ്രം, അനേകായിരം തലകളുള്ളത്. അപ്പോ അങ്ങനെയുള്ള പുരുഷൻ സഹസ്രാക്ഷ എല്ലാം, അപ്പൊ അത്രയും തലയുണ്ടെങ്കിൽ അത്രയും കണ്ണുകളുണ്ട്. എന്നിട്ട് എന്താ പറയണേ?
സ ഭൂമിയും വിശ്വതോ വൃത്വ അത്യധിഷ്ഠദശാങ്കുലം, അതായത് 10 അങ്കുലം മുകളിലേക്കാണ് ഭൂമിയിൽ നിന്ന്. അപ്പോ ഈ കണ്ട പ്രപഞ്ചത്തിന് മുഴുവനും മുകളിലാണ് ഭഗവാൻ. അപ്പോ അതിനെ പറ്റി അർജുനൻ നമുക്ക് വിശ്വരൂപത്തിൽ പറയണത് എന്താ പറയണത്? അനാദി മധ്യാന്തം അനന്തരൂപം. അപ്പോ ഭഗവാൻ തന്നെ വിഭൂതി യോഗത്തിൽ പറയുന്നുണ്ട് അല്ലെ, വിഭൂതി യോഗത്തിൽ പറയുന്നുണ്ട്, അർജുനനോട് പറയുന്നുണ്ട്, അർജുന ഈ കാണുന്ന എല്ലാ ചരാചരങ്ങളും ഞാൻ തന്നെയാണ്. അതിലും ഭഗവാൻ എന്താ പറയുന്നത്? അഹമാത്മാ ഗുഡാകേശ സർവഭൂതാശ അഹം ആദിശ്ച മധ്യംശ്ച ഭൂതാനാം അന്ത ഏവച്ച. ഞാനാണ് ആദിയും അന്തമെന്ന് ഭഗവാൻ തന്നെ നമുക്ക് നേരിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അതേ ഇത് തന്നെ വിശ്വരൂപം കാണുമ്പോൾ സഞ്ജയൻ എന്താ പറയുന്നത്? അനേക വക്രനയനം അനേകാത്ഭുത ദർശനം അനേക ദിവ്യാഭരണം ദിവ്യാനേകാതിരായുധം ദിവ്യമാലാംബരധരം ദിവ്യഗന്ധാനുലേപനം സർവാശ്ചര്യമയം ദേവം അനന്തം വിശ്വതോമുഖം. സഞ്ജയനും അത് തന്നെ നമുക്ക് പറഞ്ഞു തന്ന. കാരണം ഈ വിശ്വത്തില് ഭഗവാനെ എണ്ണമറ്റ മുഖങ്ങളും കണ്ണുകളും അങ്ങനെ അത്ഭുത ദൃശ്യമാണ് കണ്ടത് എന്ന് സഞ്ജയൻ പറയുന്നുണ്ട്. അപ്പൊ സഞ്ജയൻ പറഞ്ഞത് എന്തിനാണ്? സഞ്ജയൻ ഒരു കാരണവശാല്, അതായത് വളരെ നല്ല ഒരു ജീവസത്യാണ് സഞ്ജയൻ. എപ്പോഴും ആ സഞ്ജയനിൽ കൂടിയും വ്യാസദേവൻ എല്ലാവരും ഈ വിശ്വരൂപം കണ്ടിട്ടുണ്ട്. അപ്പൊ അതിന് ആധികാരികതയുണ്ട്, എന്നാൽ അത് ഭൗതിക ലോകത്തിലുള്ളത് മാത്രമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. പിന്നെ ഇവിടെ പറയുന്നുണ്ട് ദിവ്യമായ പുഷ്പമാല്യങ്ങള്, വസ്ത്രങ്ങള്, അങ്ങനെ ഗന്ധങ്ങള്, ഇതെല്ലാം അണിഞ്ഞിരിക്കുന്ന ആ വിശ്വരൂപം എങ്ങനെയുള്ളതാന്ന് പറയുന്നത്? 1000 സൂര്യന്മാർ ഉദിച്ചുയർന്ന ആ തേജസ്സായിരുന്നു ആ വിശ്വരൂപത്തിൽ. അപ്പൊ ഇവിടെ വിശ്വരൂപത്തിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു വർണ്ണനയാണ് പറയുന്നത്. എന്നിട്ട് പറയേണ്ടത് ഈ ഭഗവത് രൂപത്തില് അപരിമേയമായ പ്രപഞ്ചത്തിന്റെ നാനാവിഭാവങ്ങളും ഒരേ സമയത്ത് അർജുനന് കാണാൻ സാധിച്ചു എന്നും സഞ്ജയന് നമുക്ക് ഇവിടെ പറഞ്ഞു തരുന്നുണ്ട്. അതേ കാര്യങ്ങൾ തന്നെ അർജുനൻ എന്താ പറയുന്നത്? അനേക ബഹുരവക്ത്ര നേത്രം പശ്യാമിത്വാം സർവതോ അനന്തരൂപം അനന്തം നാന്തന്ന മധ്യന്ന പുനസ്തവാദി പശ്യാമി വിശ്വേശ്വര വിശ്വരൂപ. അപ്പൊ ഈ വിശ്വരൂപം കണ്ടപ്പോഴും ഭഗവാൻ അർജുനൻ എന്താ പറയുന്നത്? ഭഗവാന്റെ ആദ്യവും അന്ത്യവും മധ്യവും ഒന്നും എനിക്ക് മനസ്സിലാവണില്ല കൃഷ്ണ, അത്രയ്ക്ക് ഈ പ്രപഞ്ചം മുഴുവനും അങ്ങ് നിറഞ്ഞു നിൽക്കണമെന്ന് അർജുനന്റെ സ്തുതികളാണിതെല്ലാം. കിരീടനം ഗതിനം ചക്രിണം ച തേജോ രാശിം സർവതോ ദീപ്തിമന്ദം പശ്യാമി ത്വാം ദൃനിരീക്ഷം സമന്താനർക്കാൻ അദ്വിതീയം അപ്രമേയം. അതായത് എല്ലാം, അതായത് ഈ ആളിക്കത്തുന്നത് എല്ലാം, ഈ തീകളും അതേപോലെ തന്നെ സകല മുഖങ്ങളും അവിടെ കാണാണ്. ശിവൻ, ബ്രഹ്മാവ്, വിഷ്ണു, അങ്ങനെ എന്തൊക്കെ രൂപങ്ങൾ ഉണ്ടെങ്കിലും ആ കൃഷ്ണനിൽ നിന്ന് ഇതെല്ലാം കാണുന്നുണ്ട് അർജുനൻ. ഇതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് അർജുനന് പറയുന്നുണ്ട്, എനിക്ക് പേടിയാവണു കൃഷ്ണ. അപ്പൊ അർജുനന്റെ ഈ എല്ലാം സ്തുതികളും കഴിഞ്ഞിട്ട് അർജുനൻ അതിങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് സ്തുതിച്ചിട്ട് പറയുന്നുണ്ട്, അങ്ങ് സർവവ്യാപിയായ വിഷ്ണുവാണ് അല്ലെ, അങ്ങേക്ക് ആകാശം മുട്ടും, അപ്പൊ ആകാശം മുട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് അർജുനന്റെ പരിമിതിയിൽ നിന്ന് അപ്പുറത്തേക്ക് അർജുനന് ഭഗവാൻ ദിവ്യ ചക്ഷുസ് കൊടുത്തപ്പോഴാണ് ഇതിനെ പറ്റി മനസ്സിലാവണത്, ഭഗവാന്റെ വിശ്വരൂപത്തിനെ കുറിച്ച് മനസ്സിലാവണത്. ആ വിശ്വരൂപത്തിനെ കണ്ടിട്ട് പറയേണ്ടത് അനേകം ആ ദംഷ്ട്രങ്ങളുള്ള അത് യമനാണെന്നാ പറയണത്. നമ്മള് ഭഗവാന്റെ വിരാട രൂപത്തിൽ അതിനെ പറ്റിയൊക്കെ വർണ്ണിക്കുന്നുണ്ട്. അതിൽ കൂടെ ഈ ധർമ്മപുത്രരും ധൃതരാഷ്ട്രപുത്രന്മാര് പോണതെല്ലാം കണ്ട് അർജുനൻ ഭയപ്പെട്ടിട്ട് ചോദിക്കുന്നുണ്ട്, കൃഷ്ണ എന്താണ് അങ്ങയുടെ ഈ രൂപം എന്ന് പറയുമ്പോ ഭഗവാൻ എന്താ പറയുന്നത്? കാലോസ്മി ലോകക്ഷയ കൃത് പ്രവൃദ്ധ, ഞാൻ ലോകത്തിന്റെ കാലരൂപമാണ്. അപ്പൊ ഭഗവാൻ എന്തിനീ കാലരൂപം എടുത്തു? എന്തിനു നമുക്ക് ഈ വിശ്വരൂപത്തിനെ കാണിച്ചു തരുന്നു എന്ന് വെച്ചാൽ ഭഗവാന്റെ മഹിമ മനസ്സിലാക്കാൻ സാധാരണക്കാർക്ക് സാധിക്കില്ല. അത് ഇവിടെ പ്രത്യേകിച്ച് പ്രഭുപാദ പറഞ്ഞിട്ടുണ്ട്, ഇത് കനിഷ്ഠ ഭക്തർക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ കനിഷ്ഠ ഭക്തർക്ക് നമുക്കറിയാം 3 തരത്തിലുള്ള ഭക്തന്മാരുണ്ട്: കനിഷ്ഠാധികാരി, മധ്യമാധികാരി, ഉത്തമാധികാരി. അപ്പൊ ഈ കനിഷ്ഠാധികാരികൾക്ക് മനസ്സിലാവാത്തത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവര് ആകെ ഭഗവാനെ മനസ്സിലാക്കുന്നത് ഭഗവാന്റെ പടങ്ങളിൽ കൂടിയും വിഗ്രഹങ്ങളിൽ കൂടിയാണ്. അല്ലാണ്ട് ഈ പ്രപഞ്ചം ഭഗവാനാൽ നിർമ്മിതമായതാണെന്നോ ഈ പ്രപഞ്ചത്തിന്റെ എല്ലാത്തിന്റെയും നാഥൻ
പരമപുരുഷൻ ഭഗവാനാണെന്നും ആ ഭഗവാനിൽ കൂടിയാണ് ഈ ഒരു അച്യുതണ്ട് നമ്മള് പറയൂലേ, ഒരു ഭൂമിയുടെ അച്യുതണ്ട് എന്ന് പറയുന്ന പോലെ ഈ ലോകം തന്നെ ഭഗവാനിൽ കൂടിയാണ് വരുന്നതെന്ന് മനസ്സിലാക്കാൻ അവർക്ക് സാധ്യമല്ല. അങ്ങനെ അവർക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ലാത്ത ആ ആളുകൾ നമ്മൾ എവിടെ പോയാലും കാണാം ഭഗവാന്റെ ഒരു വിശ്വരൂപത ഫോട്ടോ കാണാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ ഈ വിശ്വം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത് ഭഗവാനിലാണെന്നാണ് ഭഗവാൻ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കിച്ചു തരാനാണ് ആ ഫോട്ടോ. എന്നാൽ ഭഗവാന്റെ ഭക്തന്മാരിൽ കൂടെ നമ്മൾക്കത് മനസ്സിലാവാൻ കാരണം അത് ഗുരുശിഷ്യ പരമ്പരയുടെ മഹത്വം. ആ ഈ ഗുരുശിഷ്യ പരമ്പരയിൽ കൂടെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളും ഇങ്ങനെ തന്നെയാ വിചാരിച്ചിരുന്നത്, ഈ വിശ്വരൂപമാണ് ഏറ്റവും വലുതെന്നും വിഷ്ണുവിൽ നിന്ന് വരുന്ന ഇത് മാത്രമാണ് ഈ പ്രപഞ്ചം എന്നും നമ്മൾ കണക്കാക്കണില്ല. ഭഗവാൻ എന്ന് പറയുന്നത് ഈ വിശ്വരൂപത്തിൽ കൂടെ കാണുന്നതാണ്, എല്ലാം ഭഗവാനിൽ ഉണ്ടെന്ന് പറയുമ്പോഴും നമ്മൾ ഇതെല്ലാം കണ്ടും പറഞ്ഞിട്ട് നമ്മളെ ഉടനെ അടുത്തുള്ള ഒരു ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയിട്ട് നമുക്ക് വേണ്ട ഒരു വഴിപാട് കഴിക്കും. അതാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. കാരണം എന്താ, അതിനെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് ഉൾക്കൊള്ളാൻ പറ്റാത്തത് എന്ന് വെച്ചാൽ നമ്മൾക്ക് വേണ്ട ജ്ഞാനം തരാനായിട്ട് അതിന് പറ്റിയ ആളുകൾ സാധിച്ചിട്ടില്ല. അപ്പോ അത് നമ്മുടെ ഗുരുശിഷ്യ പരമ്പരയുടെ മഹത്വമാണ്. ശീല പ്രഭുപാദിക്ക് ജയ്. കാരണം ശീല പ്രഭുപാദയെ പോലത്തെ ഇത്രയും ഉത്കൃഷ്ടനായ ഭക്തരുള്ളത് കൊണ്ടാണ് നമുക്ക് ആ ഉത്തമ ഭക്തനിൽ കൂടിയാണ് നമുക്ക് ഭഗവാന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഭഗവാന്റെ ആ ഗോലോക വൃന്ദാവനത്തിലേക്ക് അല്ലെങ്കിൽ ഭഗവാന്റെ ആ മാലയിലെ ഒരു കണ്ണിയാവാനും നമുക്ക് സാധിച്ചത്. ആ ഭഗവാന്റെ മാലയിലെ എന്താ പറയാ, പരതരം ഞാൻ അത് കിഞ്ചിതസ്തി ധനഞ്ജയ മണി ക്രോധം സൂത്രേ മണികണ ഇവ, അതായത് ഭഗവാന്റെ ആ മാലയിലെ ഓരോ മുത്തുകളാവാനായിട്ടെങ്കിലും നമുക്കൊരു, അത്രയും വലിയ മാലയാണ്, അപ്പൊ അതിലുള്ള ഒരു മുത്തായിട്ടുണ്ടോന്നൊന്നും അറിയില്ല എനിക്ക്, എന്നാലും ഞാൻ പറയണു അതിന്റെ ഒരു ചെറിയ കണ്ണി ആവാനായിട്ടെങ്കിലും ഭഗവാന്റെ അനുഗ്രഹം തന്നതുകൊണ്ടാണ് നമുക്ക് ഭഗവാന്റെ വിശ്വരൂപം എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പൊ അർജുനൻ പറയുന്നുണ്ട്, വിഭൂതി യോഗത്തിൽ തന്നെ ചോദിക്കുന്നുണ്ട്, എന്താ കൃഷ്ണ, എങ്ങനെയാണ് കൃഷ്ണന് മനസ്സിലാക്കേണ്ടത് അല്ലെ? 9ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഭഗവാനെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്, ഭഗവാനെ നമസ്കരിക്കുക. അപ്പൊ ഇതെല്ലാം അർജുനന് പറഞ്ഞു കൊടുക്കുമ്പോൾ അർജുനന് പിന്നെ സംശയം ചോദിക്കുന്നുണ്ട്, എങ്ങനെയാ അർജുന, അല്ല കൃഷ്ണ, സാധാരണക്കാർക്ക് അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും എന്ന് പറയുമ്പോൾ ഭഗവാന്റെ വിഭൂതികളെ കുറിച്ച് പറയുന്നുണ്ട്. എല്ലാം കാണുന്നത് എന്തൊക്കെയാണ്, ഈ ലോകത്ത് കാണുന്ന എല്ലാം എന്റെ വിഭൂതികളാണ്. നാരദൻ, അർജുനൻ, അങ്ങനെ ഓരോരുത്തരെ പറ്റിയും ഭഗവാൻ പറയുന്നുണ്ട്. വലിയ വലിയ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ദേവന്മാര്, അസുരന്മാര് എല്ലാവരും ഭഗവാന്റെ, അതില് പ്രഹ്ലാദനാണ് മുഖ്യൻ. അങ്ങനെ ഓരോരുത്തരും മുഖ്യമുള്ള ഓരോ വസ്തുക്കളെ പറ്റി അല്ലെങ്കിൽ ആളുകളെ പറ്റി മാത്രമേ ഭഗവാൻ പറയുന്നുള്ളൂ. അങ്ങനെ മൃഗങ്ങളിലാണെങ്കിലും അപ്പോ ഗജേന്ദ്രന്, അപ്പൊ ഓരോന്നിനെ കുറിച്ചും ഭഗവാൻ അതായത് അത്രയും ഭഗവാന്റെ തന്നെ ഉത്തമമായിട്ടുള്ള ആ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഓരോ ഇതിനെ കുറിച്ചും ഭഗവാൻ നമുക്ക് പറഞ്ഞു തന്നു. അത് പറഞ്ഞു തന്നിട്ട് ഭഗവാൻ അവസാനം ഒരു വാക്ക് പറയുന്നുണ്ട് അല്ലെ, ഈ ജഗത് നിൽക്കുന്നത് മുഴുവനും ഏകാംശേന സ്ഥിതോ ജഗത്, ഈ എല്ലാം എൻ്റെ ഒരു അംശം മാത്രം, ഒരംശം. ആ ഒരു അംശത്തിനെ പോലും ഈ നമ്മൾക്ക് മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ല, അല്ലെങ്കിൽ അതിനുള്ള കഴിവില്ല. പക്ഷെ നമുക്ക് മനസ്സിലാവണുണ്ട്. എങ്ങനെയാണ്? നമ്മുടെ ഗുരുശിഷ്യ പരമ്പരയിൽ. അപ്പൊ അതുകൊണ്ട് നമ്മളെല്ലാം അനുഗ്രഹീതരാണ്. കാരണം ഭഗവാനെ എങ്ങനെ മനസ്സിലാക്കണം എന്നുള്ളത്, അല്ലെങ്കിൽ ഈ വിശ്വരൂപം എന്തിനാണ് എന്നുള്ളത് ഭഗവാൻ അർജുനൻ ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ശ്രീല പ്രഭുപാദ നമ്മുടെ ഇതില് പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഇപ്പോ കലികാലത്തില് ഇഷ്ടംപോലെ ആൾക്കാര് ഭഗവാനാണ്, ഞാൻ ഭഗവാനാണ്, എനിക്ക് അത് കഴിവുണ്ട്, എനിക്ക് ഈ കഴിവുണ്ട് എന്ന് പറഞ്ഞു വരും. അപ്പൊ പ്രഭുപാദ പറയുന്നു, അവരോടൊന്ന് വിശ്വരൂപം കാണിച്ചു തരാൻ പറയാം. അപ്പൊ അവർക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ട് എന്നുള്ളത് നമുക്ക്, അവരല്ലെങ്കിൽ എത്രത്തോളം ഭഗവാനാണ്. അപ്പൊ അതുകൂടെ ഭഗവാൻ നമ്മളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഒരു ഭഗവാൻ എന്ന് പറയുന്നത് എന്താണ്, ഈ സർവ്വ ഐശ്വര്യങ്ങളും നിറഞ്ഞിട്ടുള്ള ആ പരമപുരുഷനെ കഴിവുകൾ എന്തൊക്കെയാണ്, എന്തുകൊണ്ടാണ് ഭഗവാൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആ എല്ലാ ജീവജാലങ്ങൾക്കും അടിസ്ഥാനമായിട്ടുള്ള ആ എന്താ പറയാ, ആ രൂപമാണ് ഭഗവാൻ നമുക്ക് കാണിച്ചു തരുന്നത്. അതാണ് വിശ്വരൂപത്തിൽ കൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. പിന്നെ ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട്, ഈ വിശ്വരൂപത്തിൽ നമ്മുടെ എന്താ പറയാ, പുരുഷ സൂക്തത്തില് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അതായത് ഭഗവാന്റെ മാഹാത്മ്യം എങ്ങനെയുള്ളതാണെന്നും
ആദി രൂപത്തിൽ നിന്ന് വിരാട് പുരുഷൻ ഉണ്ടായതെന്നും ആദി പുരുഷനിൽ നിന്നാണ് വിരാട് പുരുഷൻ ഉണ്ടായതെന്നും എന്നിട്ട് അതിൽ നിന്ന് ബ്രഹ്മാണ്ടം ഉണ്ടായെന്നും പിന്നെ അതേപോലെ തന്നെ ദേവന്മാര് പുരുഷനെ തന്നെ യജ്ഞ സാമഗ്രഹിയാക്കിയെന്നും എന്നിട്ട് ആ യജ്ഞം നടത്തി ആ യജ്ഞത്തിൽ നിന്ന് ഭഗവാന്റെ വസന്തത്തിനെ അജ്യമായിട്ടും അതായത് നെയ്യായിട്ടും ഗ്രീഷ്മത്തിനെ വിറകായും ശരത്തിനെ ഹവിസായും ഉപയോഗിച്ചു. ഇതെല്ലാം പുരുഷ സൂക്തത്തിൽ പറയുന്നതാണ്. ഇതിനായിട്ട് എന്താ പറയുന്നത്, സപ്തപരിമിതികൾ നിശ്ചയിച്ചു, 21 ഇനം സമിത്തുക്കൾ. അപ്പൊ ഇതെല്ലാം ഇതെല്ലാം ഉണ്ടാക്കുന്നത് അങ്ങനെ, അതായത് നമ്മൾ വരാഹ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കി ഭഗവാന്റെ വരാഹ രൂപത്തിൽ നിന്നാണ് യജ്ഞവരാഹം, എല്ലാ യജ്ഞത്തിന് വേണ്ട സാമഗ്രികൾ ഉണ്ടാവുന്നത്. അങ്ങനെയുള്ള ആ സർവാത്മനായ പുരുഷനെ തന്നെ ഹോമദ്രവ്യമാക്കിയിട്ട് നമ്മൾ ഭഗവാന് ഹോമം ചെയ്തു. അപ്പൊ അതിന്റെ അർത്ഥം എന്താ, ഈ വിശ്വത്തിലുള്ള ഓരോ വസ്തുക്കളും ഭഗവാന്റെ തന്നെയാണ്, ഭഗവാന് അവയവങ്ങളായിട്ട് അത് തന്നെ നമ്മൾ ഭഗവാന് സമർപ്പിക്കുകയാണ്. അല്ലാതെ നമ്മളായിട്ട് ഇവിടെ ഉണ്ടാക്കിയതൊന്നുമില്ല. അങ്ങനെ നമ്മൾ ഭഗവാന് വേദമന്ത്രങ്ങളിൽ കൂടെ ഈ ഭഗവാനാൽ നിർമ്മിതമായിട്ടുള്ള അല്ലെങ്കിൽ ഭഗവാന്റെ തന്നെ അവയവങ്ങളായിട്ടുള്ളതിനെയാണ്, അതാണ് നമ്മൾ വരാഹാവതാരത്തിന് ഇത്ര മുഖ്യം കൊടുക്കുന്നത്. ആ ഭഗവാന് തന്നെ നമ്മൾ സമർപ്പിക്കുന്നു. അപ്പൊ ഭഗവാന്റെ ഈ സൃഷ്ടി എങ്ങനെയാണ് ഉണ്ടായത്, ഭഗവാൻ എന്ത് സംഭവിച്ചു എന്ന്, കൈകൾ എന്താണ്, തുടകൾ എന്താണ് എന്നെല്ലാം ഭഗവാനെ കുറിച്ച് നമുക്ക് പുരുഷ സൂക്തത്തിൽ മനസ്സിലാക്കാൻ പറ്റും. അതിൽ പറയുന്നുണ്ട്, എന്താണ്, ഒരു മിനിറ്റ്, ബ്രാഹ്മണോസ്യ മുഖമാസീത് ബാഹുരാജന്യ കൃതഃ ഊരു തദസ്യ യദ്വൈശ്യഃ പദ്ഭ്യാം ശൂദ്രോ അജായത ചന്ദ്രമാ മനസോ ജാത ചക്ഷോ സൂര്യോ അജായത മുഖാദിന്ദ്രാശ്ച അഗ്നിശ്ച പ്രാണാദ്വായുരജായത. അപ്പൊ ഓരോന്നും എങ്ങനെയാണ് ആ ശരീരത്തിൽ നിന്ന് വന്നത് എന്ന് പറയുന്നു. അതായത് ബ്രാഹ്മണന്മാര് മുഖത്തു നിന്ന് വന്നു, നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഭഗവത്ഗീതയിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. പിന്നെ കൈകളിൽ നിന്ന് ക്ഷത്രിയന്മാരുണ്ടായി, തുടകളിൽ നിന്ന് വൈശ്യരും, പാദങ്ങളിൽ നിന്ന് ശൂദ്രരും. അപ്പൊ ഈ വർണ്ണാശ്രമം വന്നതും ഭഗവാൻ തന്നെ, അത് ഭഗവാന്റെ അവയവങ്ങളിൽ കൂടെ തന്നെ. ഈ ഓരോരോ കാര്യങ്ങളും ഇത്രയും ക്ലിയർ ആയിട്ട് ഭഗവാൻ എന്തിനാണ് പുരുഷ സൂക്തത്തിൽ കൂടെ അല്ലെങ്കിൽ ഭഗവാന്റെ വിരാട് സ്വരൂപത്തിൽ കൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് എന്ന് വെച്ചാൽ, ബ്രാഹ്മണനായാലും ക്ഷത്രിയനായാലും വൈശ്യനായാലും ശൂദ്രനായാലും എല്ലാം ഭഗവാന്റെ തന്നെ പല 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 അവയവങ്ങളാണ്. ഇതിലൊന്നും നമ്മളുടേത് അല്ലെങ്കിൽ ഞാൻ എന്ന് പറയാനായിട്ട് നമുക്കൊന്നുമില്ല. ഒന്നും ഇല്ലാത്തതിന് കാരണം ഇത് ഭഗവത് സൃഷ്ടി അല്ലെങ്കിൽ ഭഗവാന്റെ സർഗം വിസർഗം നമ്മള് ഭാഗവതത്തിൽ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോ അതല്ലാതെ ഇവിടെ നമുക്ക് ഒന്നും തന്നെ നമ്മളുടെ എന്ന് പറയാനായിട്ട് ഒന്നുമില്ല. പിന്നെ ഇവിടെ വിരാട് സ്വരൂപത്തിനെ കുറിച്ച് ചെറുതായിട്ടുള്ളൊരു ഇത് പറയാം. അതായത് ഈ വിരാട് സ്വരൂപം എന്ന് പറഞ്ഞാൽ 14 ലോകങ്ങളായിട്ട് ഇങ്ങനെ വിഭജിച്ചു എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ഭഗവാന്റെ ഉള്ളം കാലിന് പാതാളം. അപ്പൊ 14 ലോകങ്ങൾ അറിയാം, നമുക്കറിയാം. പാതാളം, രസാതലം, മഹാതലം, തലാതലം, സുതലം, മതലം, വിതലം, ഭൂലോകം, ആകാശം, അങ്ങനെ സ്വർഗം, മഹർലോകം, ജനോലോകം, തപോലോകം, സത്യലോകം. അപ്പൊ ഈ 14 ലോകങ്ങളും ഭഗവാന്റെ തന്നെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളായിട്ടാണ് പറയുന്നത്. ഓരോ ഭാഗങ്ങൾ, അതായത് ഉള്ളംകാലടി മുതല്, ഉള്ളംകാലടി, മേലടി ഭഗവാന്റെ, നമ്മുടെ ആംഗിൾ ജോയിന്റ്, പിന്നെ കാലുകള്, മുട്ടുകള്, തുടകള്, അരക്കെട്ട്, നാഭി, മാർവിടം ഭഗവാന്റെ, അതുപോലെ തന്നെ ഭഗവാന്റെ കഴുത്ത്, ശിരസ്, മുഖം, ശിരസ്, ഇതാണ് ഈ 14 ലോകങ്ങൾ. ആ 14 ലോകങ്ങളിലെയും ഒരു അതിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് ഈ വിശ്വം മുഴുവൻ. പറഞ്ഞില്ലേ, ഈ ഭൂലോകത്തിനും അതായത് ഏറ്റവും മുകളിലെ സത്യലോകം, ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാര് എല്ലാവരും ഈ ഭഗവാന്റെ തന്നെ അവയവങ്ങളാണ്, അതിനും മുകളിലായിട്ടാണ് നിൽക്കുന്നത്. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയുന്നത്, കണ്ണുകള് സൂര്യനാണ്, അതുപോലെ തന്നെ തലമുടി എന്ന് പറയുന്നത് മേഘങ്ങളാണ്. അപ്പോ ഭഗവാന്റെ മേഘങ്ങളായി തലമുടിയെയാണ് നമ്മൾ കണ്ണുകളായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ കൺപോളകള് രാവും പകലുമാണ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം, പകല് എന്ന് പറയുന്നത് കണ്ണ് ഭഗവാന്റെ തുറന്നിരിക്കണം, അടച്ചാൽ രാത്രിയായി, അല്ലെ? അപ്പൊ അങ്ങനെ ഓരോ തരത്തിലും ഭഗവാൻ നമ്മൾക്ക് മനസ്സിലാക്കി തരികയാണ്. അതുപോലെ ദിക്കുകൾ എന്ന് പറയുന്നത് ചെവി ദിക്കുകളാണ്, നാസാരന്ധ്രങ്ങൾ അശ്വിനി ദേവന്മാര്, പിന്നെ മേൽചുണ്ട്, കീഴ്ചുണ്ട്, ലോഭം, മോഹം, നക്ഷത്രങ്ങള് ഭഗവാന്റെ പല്ലുകളാണ്. അപ്പോ ഈ ദംഷ്ട്രം യമനാണ്. അപ്പൊ ആ ദംഷ്ട്രത്തിന്റെ ഇടയിൽ കൂടെയാണ് ഈ ധൃതരാഷ്ട്രപുത്രന്മാര് ഇങ്ങനെ കേറി പോണതെന്ന് നമ്മള്
ഭഗവത്ഗീതയില് വിശ്വരൂപ ദർശനത്തിൽ പറയുന്നുണ്ട്. പിന്നെ ഭഗവാന്റെ ശ്വാസോച്ഛ്വാസത്തിന് കാറ്റായിട്ടും നാക്ക് വെള്ളവും. അപ്പൊ 7ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട് ഭഗവാനെ മനസ്സിലാക്കാനായിട്ട് ഈ വിഭൂതിയിൽ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? രസോഹമസ്യ കൗന്ദേയ പ്രഭാസ്മി ശശി സൂരയോ, അല്ലെ? അപ്പം ഈ രസം, വെള്ളത്തിലെ രസം ഭഗവാനാന്ന് പറയാൻ കാരണം എന്താ? അത് ഭഗവാന്റെ തന്നെ ഒരു അവയവമായിട്ടാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ വായ എന്ന് പറയുന്നത് തീയ്, കൈകൾ ദേവന്മാർ, സ്തനദ്വയം ധർമ്മദേവൻ, പറയാ പുറം അധർമ്മം, ഭഗവാന്റെ പുറം ഭാഗത്തിന് അധർമ്മം എന്നും, മനസ്സ് ചന്ദ്രൻ, ഉദരം സമുദ്രം, വസ്ത്രം സന്ധ്യകള്, വൃഷണങ്ങൾ മിത്രനും, അരക്കെട്ടിന്റെ പിൻഭാഗം മൃഗഗണങ്ങളും, കാൽനഖങ്ങൾ ആന ഒട്ടകം കുതിര മുതലായ ജീവജാലങ്ങള്, സഞ്ചാരം കാലവുമാകുന്നു. ഭഗവാന്റെ സഞ്ചാരമാണ് കാലമായിട്ട് പറയുന്നത്. കാലരൂപനായിട്ട് ഭഗവാൻ വിശ്വരൂപത്തില് ആ പേടിപ്പെടുത്തുന്ന ഇതിൽ അർജുനന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഭഗവാൻ. പിന്നെ നമ്മൾ ഈ പറഞ്ഞ ഇത് ബ്രാഹ്മണസ്യ മുഖമാസി, ബ്രാഹ്മണൻ മുഖത്തിൽ നിന്ന് വരുന്നു, കൈകളിൽ നിന്ന് ക്ഷത്രിയര് വരുന്നു, തുടകളിൽ നിന്ന് വൈശ്യരും, പാദങ്ങളിൽ നിന്ന് ശൂദ്രരും. അപ്പോ ഇതെല്ലാം പറഞ്ഞ് ഭഗവാന്റെ, അതായത് അസ്ഥികൾ എന്ന് പറയുന്നത് പർവ്വതങ്ങളാണ്, നാഡികൾ എന്ന് പറയുന്നത് പുഴകളാണ്. അതുകൊണ്ടാണ് നമ്മൾ പുഴകളൊക്കെ വരിഞ്ഞു കെട്ടുക, അല്ലെങ്കിൽ പുഴകൾ ഡാമൊക്കെ പണിയുക എന്ന് പറയുന്നത് നമ്മള് ഭഗവാന്റെ തന്നെ ആ എന്താ പറയാ നാഡികള് ഭഗവാനാണെന്നല്ലോ പറയുന്നത്. ഭഗവാന്റെ പുഴകള് നാഡികളാണ് ഭഗവാന്റെ എന്നാണ് അതേ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആ നാഡികൾ നമ്മൾ എന്താ ചെയ്യണത് അല്ലെ? അതേപോലെ തന്നെ രോമങ്ങളാണ് മരങ്ങള്. അപ്പൊ അതേ ഈ ഭഗവാന്റെ ഓരോ വ്യാപാരങ്ങളാണ് ഈ സംസാര ചക്രം. വീര്യം, ഭഗവാന്റെ ആ വീര്യരസം, പരാക്രമത്തിനാണ് അസുരക്കൂട്ടങ്ങള്. അപ്പൊ എല്ലാ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവനും കാരണഭൂതനും നിയന്താവുമായ ഭഗവാന്റെ ലീലാട കടാക്ഷങ്ങളാണ് ഈ സൃഷ്ടി മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത്. ഇതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. ഭഗവാന്റെ ഹൃദയം അത് ആ താമര മാതിരി അവ്യക്തമായിട്ടാണ്. അത് നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല. അത്രയും ഉള്ള ആ ഭഗവാൻ എന്തിനാണ് പ്രതിനിധീകരിക്കുന്നത്? സ്ഥൂല ശരീരത്തിന്. അതായത് ഈ സ്ഥൂലമായിട്ടുള്ളത് നമുക്കറിയാം, സ്ഥൂല ശരീരം നശിക്കുന്നതാണ്. അപ്പൊ നശ്വരമാണത്. നമ്മുടെ ശരീരം നശ്വരമാണ്, നമ്മൾ നശിക്കും. കാരണം ഈ ശരീരം ഭൗതിക പ്രകൃതിയിലെ എല്ലാ ഘടകങ്ങളും കൊണ്ട് നിർമ്മിക്കപ്പെട്ടപ്പോൾ അതേ ഭൗതിക പ്രകൃതിയിലെ വിശ്വത്തിന്റെ, ഇപ്പൊ നമ്മുടെ ശരീരം, ഈ പറയുന്ന നമ്മുടെ ശരീരത്തിൽ ഇതെല്ലാം ഉണ്ട് അല്ലെ? നമ്മുടെ ശരീരത്തിലെ കാലുകള്, കൈകള്, നാഡിഞരമ്പുകള്, കണ്ണുകള്, ചന്ദ്രൻ, ഇവയെല്ലാം നമ്മുടെ ശരീരത്തിലുണ്ട്. അങ്ങനെയുള്ള ഈ ശരീരത്തിന്റെ ചെറിയൊരു ഭാഗം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇത് വിശ്വം മുഴുവനും ഈ ശരീരം അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഭഗവാനെ നമ്മൾക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കില്ല. അത് സ്ഥൂല ശരീരമാണ്. അപ്പൊ നമ്മുടെ ഈ ശരീരം എത്രത്തോളം സ്ഥൂല ശരീരമായിട്ട് അത് ഇല്ലാണ്ടാവുന്നുവോ, അതേപോലെ ഈ ഭൗതിക പ്രപഞ്ചം എന്ന് പറയുന്നത് സൃഷ്ടിയുടെ ഒരു ഭാഗമായിട്ട് അത് ഇല്ലാണ്ടാവണതാണ്. അതുകൊണ്ടാണ് വിരാട രൂപം ഭൗതിക പ്രപഞ്ചത്തിൽ മാത്രം നിലനിൽക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആ വിരാട രൂപത്തിനെ എന്തിനാണ് നമ്മള് ഭജിക്കാൻ പറഞ്ഞതെന്ന് മനസ്സിലായി. അതായത് ഒരു തരത്തിലും ഏതെങ്കിലും ഒരു തരത്തില് ഭഗവാനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. കാരണം അത്രയും കാരുണ്യവാനാണ്. നമ്മൾ എപ്പോഴും പറയും ഭഗവാൻ ഏറ്റവും കാരുണ്യവാനാണ്, ഭഗവാന്റെ പോലെ കാരുണ്യം ആർക്കും ഇല്ല, നമ്മളോടെല്ലാം അത്രയും. കാരണം എന്തുകൊണ്ടാണ്? ഭഗവാന്റെ സന്തതികളാണ് നമ്മള്. ഭഗവാന്റെ സന്തതികളാവാൻ കാരണം ഭഗവാനിൽ നിന്നാണ് എല്ലാ പ്രപഞ്ചം എല്ലാം ഉണ്ടായിട്ടുള്ളത്. ബ്രഹ്മാവ് പോലും ഭഗവാനിൽ നിന്നിട്ടുള്ള ആ ബ്രഹ്മാവാണ് നമ്മളെ ഓരോരുത്തരുടെയും സൃഷ്ടികർത്താവ്. അപ്പോ ആ ബ്രഹ്മാവിന്റെ പോലും പിതാവാണ് ഭഗവാൻ. അപ്പൊ നമ്മളെല്ലാവരും ഭഗവാന്റെ സന്തതികളാണ്. ആ ഭഗവാനിൽ നിന്നാണ് ത്രിഗുണങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ആ ത്രിഗുണങ്ങളാണ് നമ്മളെ എല്ലാവരെയും ഇവിടെ ബന്ധിക്കുന്നത്. എന്നാൽ ഭഗവാൻ ഈ ഗുണങ്ങളൊന്നും ബാധിക്കുന്നില്ല. ഈ വിശ്വം നിറഞ്ഞു നിൽക്കണ ഭഗവാൻ ഇതൊന്നും ബാധിക്കുന്നില്ല. കാരണം ഭഗവാൻ ഇതിനെല്ലാത്തിനും മുകളിലുള്ള ആ നിഗൂഢമായിട്ടുള്ള ആ ഭഗവാന്റെ രൂപത്തിനെ നമുക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അർജുനൻ പറയണ്ട്, കൃഷ്ണ എനിക്കിത് കണ്ടിട്ട് പേടിയാവുന്നു, മതി, എനിക്കിത് കാണണ്ട. കാരണം എന്തുകൊണ്ടാ? അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതിന് അപ്പുറമാണ്. ഇവിടെ നമുക്ക് വൈരാഗ്യവും ദേഷ്യവും ഇതെല്ലാം നമ്മുടെ ലോഭം, മോഹം, ഇതെല്ലാം നമ്മളിലുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ മാത്രമായിട്ടാണ് കാണുന്നത്. നമ്മളൊരു വ്യക്തി, ആ ഒരു വ്യക്തിത്വത്തിൽ നിന്ന് മാത്രമാണ്, വ്യക്തിത്വം എന്ന് പറയാൻ പറ്റില്ല,
നമ്മളുടേതായ ചിന്തകളിൽ കൂടെ മാത്രമാണ് നമ്മളെ മനസ്സിലാക്കുന്നത്, മറ്റുള്ളവരെയും മനസ്സിലാക്കുന്നത്. എന്നാൽ ഒരു ഭക്തന്, ആ ഒരു ലെവലിലേക്ക് എത്തിയ ഒരു ഭക്തന് എപ്പോഴും എല്ലാവരെയും സമഭാവനയോടെ കാണാൻ സാധിക്കും. കാരണം ഈ വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് സാക്ഷാൽ പരമാത്മാവായ ഭഗവാൻ അല്ലാണ്ട് വേറെ ഒന്നും ഇല്ല എന്നുള്ള ആ ഒരു സത്യത്തിനെ അറിഞ്ഞിട്ടുള്ള ഒരാൾക്ക് ഒരിക്കലും വേർതിരിവുകൾ ഉണ്ടാവില്ല. സത്യം ഏതാണെന്നോ അസത്യം ഏതാണെന്നോ ദ്വന്ദ്ങ്ങൾ ഉണ്ടാവില്ല. ഭഗവാൻ പറയുന്നുണ്ട്, പണ്ഡിതാ സമദർശിന, പണ്ഡിതന്മാരെല്ലാത്തിനെയും സമമായി കാണുന്നു. അവർക്ക് ഒന്നിനെയും കുറിച്ച് വേറൊരു തരത്തിലുള്ള ചിന്തകളും വരുന്നില്ല. അവർക്ക് അതിന്റെ കാരണം അവരെ അറിയണു എല്ലാം ഭഗവാനിൽ നിന്നാണ് വരുന്നത്. അപ്പൊ ആ ഭഗവാനെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് ഇവിടെ എന്താ പറയാ അർജുനൻ ചോദിക്കുന്നുണ്ട്. കാരണം വിശ്വരൂപം പറയുമ്പോൾ നമുക്ക് എപ്പോഴും അർജുനന്റെ ആ വിശ്വരൂപ ദർശനത്തിനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ പറയാൻ സാധിക്കുക. അപ്പൊ വിശ്വരൂപത്തിൽ തന്നെ അർജുനൻ പറയുന്നുണ്ട്, കൃഷ്ണ എനിക്കിത് മനസ്സിലാവുന്നുണ്ട്, എനിക്കിതൊന്നും സഹിക്കാൻ പറ്റണില്ല. പക്ഷെ അതുകൊണ്ട് എനിക്ക് എന്ത് കാണണം? അങ്ങയുടെ 4 കൈകളുള്ള രൂപം കണ്ടിട്ട് അങ്ങയുടെ ആ 2 കൈയുള്ള രൂപം കണ്ടാൽ മതി കൃഷ്ണ. കാരണം ആ 2 കൈയുള്ള രൂപത്തിനെയാണ് ആർക്കും അംഗീകരിക്കാൻ പറ്റാത്തത്. ഭഗവാന്റെ ആ 2 കൈയുള്ള രൂപത്തിനെ അംഗീകരിക്കാൻ പറ്റാത്തത് കാരണം ഒരിക്കലും ഭഗവാൻ ഒരു വ്യക്തിയായിട്ടോ ഒരു രൂപമുള്ളതായിട്ടോ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അവർ ഭഗവാന്റെ 4 ഹാൻഡഡ് ഫോം അവരെടുക്കും, പിന്നെ എടുക്കും. കാരണം എന്താ? ഭഗവാൻ എന്ന് പറഞ്ഞാൽ നമ്മളിൽ നിന്ന് അവ്യക്തനായിട്ട് അല്ലെങ്കിൽ വേർതിരിച്ച ഒരാളായിട്ടാണ് അവർ കാണുന്നത്. ഭഗവാൻ പറയണു, ഞാൻ എല്ലാവരുടെയും പരമാത്മാവായിട്ട് എല്ലാ ശരീരങ്ങളിലും ഞാനുണ്ട്. പക്ഷെ അതിനെ മനസ്സിലാക്കാൻ നമ്മൾക്ക് സാധിക്കാത്തത് കൊണ്ടും കൂടെയാണ് ഭഗവാൻ ഈ വിശ്വം നിറഞ്ഞു നിന്ന് നമ്മളെ കാണിച്ചു തരുന്നത്. ആ പരമാത്മാവായ ഭഗവാൻ എല്ലാത്തിന്റെയും മൺതരി, നമ്മൾ പറയാൻ എന്താ, ഈ ഭഗവാന്റെ അല്ലാണ്ട് ഇവിടെ ഒന്നുമില്ല എന്ന് ഭഗവാൻ കാണിച്ചു തരുമ്പോഴും ആ ഭഗവാൻ എന്തിൽ നിന്ന് വരുന്നു, ഈ വിശ്വരൂപം എന്തിൽ നിന്ന് വരുന്നു എന്ന് സാധാരണ ഒരാൾക്ക് മനസ്സിലാവാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോ ആ ഭഗവാന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്കും ഭഗവാനെ മനസ്സിലാക്കാനായിട്ട്, അതായത് നമുക്ക് ശ്രമിക്കാം അല്ലെ. ഭഗവാന്റെ മഹത്വത്തിനെ കുറിച്ച് അറിഞ്ഞാൽ മാത്രം, അതാണ് ഭഗവത്ഗീത പഠിച്ചിട്ട് ഭാഗവതത്തിലേക്ക് പോകാൻ പാടുള്ളൂ എന്ന് പറയുന്നതിന്റെ കാരണം, ഭഗവാൻ ആരാണ്, എന്താണ് ഭഗവാൻ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ മാത്രമേ നമുക്കും ഭഗവാന്റെ ലീലകളെ കുറിച്ചും ഭഗവാന്റെ ഇപ്പൊ വിരാട് രൂപത്തിനെ കുറിച്ചായാലും നമ്മൾക്ക് അത് എന്തെങ്കിലും കുറച്ചെങ്കിലും മനസ്സിൽ തട്ടാൻ കാരണം ഇതെല്ലാം നമ്മള് ഭഗവത്ഗീതയിൽ കൂടെ അറിവ്, ഭഗവാനെ കുറിച്ചുള്ള അറിവാണ്. ഭഗവാൻ അത് തന്നെ പറഞ്ഞിട്ടുള്ളത് അല്ലെ, ഇതെല്ലാം എന്റെ വിഭൂതികളാണ്, എന്റെ ശക്തിയുടെ ഒരു അംശം അല്ലെ. അപ്പൊ മുഴുവനും എന്ന് പറയുമ്പോൾ എത്രയോ കോടിയായിരിക്കും. നമുക്കതൊന്നും ഒരിക്കലും അചിന്തനീയമാണ്. ഭഗവാനെ കുറിച്ച് നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല. ഇതെല്ലാം അതിനും അപ്പുറത്തേക്കാണ്. എന്നിട്ടാണ് അർജുനൻ പറയുന്നത്, ഭഗവാനെ എനിക്ക് അങ്ങയുടെ ആ ശരിയായിട്ടുള്ള രൂപം, എന്താ ശരിയായിട്ടുള്ള രൂപം? ശ്യാമ രൂപനാണ് ഭഗവാൻ അല്ലെ. വേണുകൊണന്തം അരവിന്ദ ദളായദാക്ഷം ഗർഭാവതംസം അസിതാംബുദ സുന്ദരാംഗം കന്ദർപ്പ കോടി കമനീയ വിശേഷ രൂപം ഗോവിന്ദം ആദിപുരുഷൻ തമഹം ഭജാമി അല്ലെ. ആ ഗോവിന്ദനെ ഞാൻ നമസ്കരിക്കുന്നു. ആ വേണു എല്ലാം പിടിച്ച് എന്താ സുന്ദരനായിട്ട്, ആ ശ്യാമസുന്ദരനായിട്ടുള്ള ആ ശ്യാമസ്വരൂപനെ മനസ്സിലാക്കാനായിട്ട് ഭഗവാന്റെ ഭക്തന്മാർക്ക് മാത്രമേ സാധിക്കുള്ളൂ. അല്ലാതെ ആ ഭഗവാൻ ഇല്ല എന്ന് പറയാനായിട്ടാണ് എല്ലാവരും ശ്രമിക്കുന്നത്. പക്ഷെ ആ ഭഗവാൻ ഉണ്ട് എന്ന് കാണിക്കാനായിട്ട്, ആ ഭഗവാനാണ് എല്ലാത്തിന്റെയും ഉറവിടെന്നും ആ ഭഗവാനിൽ നിന്നാണ് എല്ലാം വന്നത് എന്നും കാണിച്ചു തരാനും വേണ്ടിയിട്ടാണ് ഭഗവത്ഗീതയിലായാലും ഭാഗവതത്തിലായാലും ആ വിരാട സ്വരൂപത്തിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ. എന്തെങ്കിലും ഹരേ കൃഷ്ണ എന്തെങ്കിലും കൂട്ടിച്ചേർക്കണമെങ്കിൽ പറയാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. മാതാജി, താങ്ക് യു സോ മച്ച്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് മാതാജി എല്ലാ ഇതും കാര്യങ്ങളും പറയുന്നത്. വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. പ്രണാമം. പ്രണാമം മാതാജി. പ്രണാമം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. വളരെ നന്നായിട്ട് പറഞ്ഞു. ആ സമയത്തിനകത്ത് ഇത്
എത്രമാത്രം വിവരിക്കാൻ സാധിക്കുമോ അത്രമാത്രം വിവരിച്ച് പറഞ്ഞു. കുറേ അറിവുകൾ കിട്ടി. എന്തോ ഇത് ഈ സമയം കൊണ്ടൊന്നും ആ ശ്ലോകം തീർക്കാൻ തീരില്ല. പറ്റില്ല എന്ന് തോന്നുന്നു. അത്രയും വിവരിക്കാനുണ്ടല്ലേ. മാതാജി ഭഗവാന്റെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വളരെ നന്നായിരുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ദണ്ഡവത് പ്രണാം മാതാജി. വളരെ വേണ്ട. ചുരുക്കി സംക്ഷിപ്തമായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ മാതാജി നന്നായിട്ട് പറഞ്ഞു തന്നു വിശ്വരൂപത്തിന്റെ. താങ്ക് യു മാതാജി. ദണ്ഡവത് പ്രണാം. ഹരേ കൃഷ്ണ. ചെറിയൊരു പരിശ്രമം ഭഗവാന്റെ അനുഗ്രഹം മാതാജി. ഹരേ കൃഷ്ണ. നിർത്താലേ മാതാജി? ഹരേ കൃഷ്ണ മാതാജി. ഒന്നും കൂട്ടിച്ചേർക്കാനില്ല, എല്ലാം മാതാജി നന്നായി പറഞ്ഞു. വളരെ സന്തോഷം മാതാജി. സ്വാഗതം. ഹരേ കൃഷ്ണ. പ്രണാമം പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എന്താ പറയാ, എനിക്ക് പറയാൻ പേടിയായിരുന്നു പ്രഭു. കാരണം ഭഗവാന്റെ വിശ്വരൂപം പറയാന്ന് പറഞ്ഞാൽ ഒരു എളുപ്പമല്ലല്ലോ. കൊറേ എന്താ പറയാ, നമുക്കൊരു നമ്മളൊന്ന് കൂട്ടിയാ ചേരില്ലാത്തൊരു ഇതാണെന്ന് അറിയാം. എന്നാലും ക്ഷമിച്ചു, അത്രേ ഉള്ളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നിർത്താലേ മാതാജി? ഓ മാജി. ഹരേ കൃഷ്ണ. കൽപ്പതരുഭ്യശ്ച കൃപാസിന്ധുഭ്യേവ ച പ്രധാനാം ഭാവനേ നമോ നമഃ. അനന്തകോടി വൈഷ്ണവൃന്ദ കി ജയ. ശീല പ്രഭുപാദ് കി ജയ. ശീല ഗുരുദേവ് കി ജയ. നിതായ് ഗൗര പ്രമാനന്ദേ. ഹരി ഹരി. താങ്ക് യു മാജി. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. പ്രണാമം. ഹരേ കൃഷ്ണ. പ്രണാമം മാതാജി. ഹരി. എല്ലാവർക്കും പ്രണാമം. എല്ലാ വൈഷ്ണവർക്കും എന്റെ പ്രണാമം. ഹരേ കൃഷ്ണ.